ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഹെറോഫൻ്റെ എനർജിയാണ്. ഹെറോഫൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പലരുടെയും എനർജിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഉൾപ്പെടാനും അതിനെക്കുറിച്ച് ബോധറാവാനും സാധിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെയുണ്ട്. എന്താണ് വരാൻ പോകുന്നത് എന്ന് അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് സ്വയം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് എന്താണ് വെളിച്ചം പകരാനും ഒക്കെ ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകാം. മറ്റു പല കാര്യങ്ങളിലും നല്ലതുപോലെ നോളജ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അടുത്തായിട്ട് കണ്ടില്ലേ. ഈ ഒരു എനർജി വഴി നിങ്ങൾ സ്പിരിച്വലായിട്ട് കണക്റ്റ് ആകുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് ഡിവൈൻ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ഡിവൈനിറ്റി നിറഞ്ഞു നിൽക്കുന്നു, അവിടെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ചിന്തകളിൽ ഇല്ല. നിങ്ങൾക്ക് മറ്റു ചിന്തകളില്ലാത്ത ഒരു ഹൃദയമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ എനർജി വന്നു ചേരും. കാരണം മൈൻഡ് പരിശുദ്ധമാണ്. നമ്മൾ എല്ലായ്പ്പോഴും ഡിവൈനിലേക്കുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് വളരെയധികം പരിശുദ്ധമായിരിക്കണം. മറ്റുള്ള ആൾക്കാരോടുള്ള അസൂയ, വിദ്വേഷം, പക, ശത്രുത ഇതൊന്നും പാടില്ല. കളങ്കമില്ലാത്ത ഒരു മനസ്സിന് ഉടമയാണോ തീർച്ചയായിട്ടും അവിടെയാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജി വന്നു ചേരുന്നു. സാമ്പത്തികത്തിന്റെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അപ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ചില ആൾക്കാരെല്ലാം നിങ്ങളോടൊപ്പം തന്നെ ചേരുകയും ചെയ്യും. അത് തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ എനർജിയാണെന്നാണ് കാണുന്നത്. എല്ലായ്പ്പോഴും ഈ ഒരു എനർജിയിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടയർമെന്റിൻ്റെ പൈസ കിട്ടുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ ചെറിയ ചില ലോട്ടറികളിലൂടെ സാമ്പത്തികം ലഭിക്കാം. ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കുന്ന എനർജിയും ആവാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് കിട്ടുന്ന ഒരു എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തിലിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. സാമ്പത്തികത്തിന്റെ എനർജി നന്നായിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് പരിശ്രമിക്കുന്ന എനർജിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ നന്നായിട്ട് പരിശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? പെൻറ്റക്കിളിന്റെ എനർജി. പെൻറ്റക്കിൾ നേടിയെടുക്കാൻ വേണ്ടി, സാമ്പത്തികം നേടിയെടുക്കാൻ വേണ്ടി പലരും നല്ലതുപോലെ രാപകൽ കഷ്ടപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു കഷ്ടപ്പാട് വളരെയധികം ഉത്സാഹത്തിലേക്ക് നീങ്ങുന്നതാണ്. അതായത് നല്ല ഇഷ്ടത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ഇഷ്ടത്തോടു കൂടിയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തികം വന്നു ചേരാൻ വേണ്ടിയാണ്. കിട്ടുമല്ലോ, ഞാനിങ്ങനെ പരിശ്രമിച്ചാലും എനിക്കിത് നേടിയെടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള ആ ചിന്തയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സ് കുറച്ചൊക്കെ ശാന്തമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയായാലും പകലായാലും നിങ്ങൾ അതിന് അധ്വാനിക്കാനായിട്ട് തയ്യാറെടുക്കുന്നതാവാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ലഭിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇവിടെ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. അതായത് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ശ്രമമാണ്. ഫ്രീഡം അനുഭവിക്കണം, അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് അത് നേടിയെടുക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീഡം നേടിയെടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപുള്ള ജീവിതം കുറെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഗതികേട് ഉണ്ടായിരിക്കണം. ഇനി അതുമല്ല, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. അതിലൂടെയാണ് മുന്നോട്ട് വന്നത്. അതിലൂടെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവാം. അതുവഴിയാണ് ഇവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിവിടെ മുന്നോട്ട് അതിലേക്ക് പരിശ്രമിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. എല്ലാ വിധത്തിലുമുള്ള ഫ്രീഡമാണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അത് ജോലി കാര്യങ്ങളിലായാലും ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലായാലും ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ വലിയൊരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുവഴി ഇവിടെ കണ്ണിലെ കൊടി നാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഫ്രീഡം കിട്ടിയ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിൽ ഇവിടെ സാമ്പത്തികത്തിന്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം. കിങ് ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് പെന്റക്കിൾസ്. ഇവിടെ അഭിവൃദ്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കൊടുക്കാനും വാങ്ങിക്കാനും. അതേസമയത്ത് ചിലർക്ക് പാവങ്ങളെ സഹായിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധ്യമാകുന്നു എന്ന് കാണുന്നുണ്ട്. അത് ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ പരിശ്രമിച്ച് നേടിയ ഒരു വിജയമാണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തികത്തിന്റെ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപൂർണത അനുഭവിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും എൻഡായിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരികയാണ്. ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിദേശത്ത് പോയി കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണമെന്നുള്ള ആ ഒരു സ്വപ്നമുണ്ടല്ലോ, ഇവിടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇവിടെ കാണുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഉറക്കത്തെ കാണുന്നതല്ല സ്വപ്നം എന്ന് പറയുന്നത്. എന്താണ്? ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. അതായത് നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതാവണം സ്വപ്നം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയും എൻ്റെ സ്വപ്നം, ഞാൻ ഇന്നതുപോലെ സ്വപ്നം കണ്ടു എന്ന്. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഉറക്കത്തിൽ കാണുന്നതല്ല, അത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് കാണുന്നതാണ് സ്വപ്നം. അതായത് ആ സമയത്ത് അങ്ങനെ നല്ലതുപോലെ പരിശ്രമിക്കുകയാണ്, ഉറക്കത്തെ കൂടി വേണ്ടെന്ന് വെച്ചിട്ട് പരിശ്രമിച്ച് നേടുന്നതാണ് ഇവിടെ സ്വപ്ന സാക്ഷാത്കാരം വരുന്നത്. മനസ്സിലായി? ആ സമയം കൂടി നിങ്ങൾ പരിശ്രമിക്കണം. അതാണ് പറയുന്നത് ഉറക്കത്തെ കെടുത്തണം എന്ന്. അപ്പൊ അങ്ങനെ സ്വപ്നത്തെ സഫലമാക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളിവിടെ ആരെങ്കിലും വിദേശത്തൊരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നു എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു. കുറെ കാലം കൊണ്ടുള്ള ചില സ്വപ്നമായിരിക്കും ആരുടെയെങ്കിലും ഒക്കെ. അങ്ങനെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്ന എനർജി ഉണ്ട്. അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകാനും ഉള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ എൻഡാക്കുന്നുണ്ട്. എൻഡാക്കിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് മുൻനിരയിൽ. മറ്റുള്ളവരുടെ എനർജി അനുസരിച്ച് നിങ്ങൾ ഹൈ എനർജിയിലേക്ക് നീങ്ങുന്നു. കാരണം നിങ്ങളുടെ എനർജി അനുസരിച്ച് ഇവിടെ നിങ്ങളോട് പറ്റിച്ചേർന്നിരിക്കാൻ ആൾക്കാരുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ അത്ര നല്ല ഹീലിംഗ് പവറാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് അടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്നും പിരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഈ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതായത് ഒരു അധികാര പദവി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇവിടെ. അത് നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത്.
അതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുന്നു. മനസ്സിലായി? എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് അറിവിന്റെ കാര്യത്തിലായാലും മറ്റു പല കാര്യങ്ങളും, ഫിസിക്കലി ആയാലും മെന്റലി ആയാലും അറിവിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ഉണ്ട് ഇവിടെ എന്നാണ് കാണുന്നത്. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. തീരുമാനമെടുക്കാൻ കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. തല കീഴായി ചിന്തിക്കുന്നു, നേരെ നിന്ന് ചിന്തിക്കുന്നു, ചരിഞ്ഞു കിടന്ന് ചിന്തിക്കുന്നു, കുത്തിയിരുന്ന് എന്നിട്ട് ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തോ ഒരു കാര്യം മനസ്സിലുണ്ട്. ചിലപ്പോൾ ജോലിക്ക് പോകാനായിരിക്കും, അതുമല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലാവാം. എന്തോ ഒരു കാര്യം മനസ്സിലുണ്ട്. അതിന് പൂർണ്ണമായിട്ടൊരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. ആ ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അവബോധം ലഭിക്കും. അപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാകും. ഒരു അവേക്കണിങ് സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതത്തെ മറ്റൊരു കോണിലേക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വീക്ഷണത്തിലൂടെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ ഗൈഡൻസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കോണിലൂടെ നോക്കിക്കാണൂ, മറ്റൊരു വീക്ഷണത്തിലൂടെ കാണൂ എന്നാണ്. അതായത് ജീവിതത്തിന്റെ ആ ഗതിയെ ഒന്ന് തിരിച്ചു വിടൂ. ഒരേ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. മനസ്സിലായി? മറ്റൊരു വഴിയിലേക്ക് ചിന്തിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു അവബോധം ലഭിക്കും കുറച്ച് കഴിയുമ്പോൾ. പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുക ഇല്ല എങ്കിൽ കൂടെയും പെട്ടെന്ന് നമ്മളൊരു കാര്യം ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടെന്ന് വരില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് മറുപടി കിട്ടിയെന്നും വരില്ല. സാവകാശം ചിന്തിക്കുകയാണ് വേണ്ടത്. ധൃതി പിടിച്ച് ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ പാടില്ല. അവിടെ ഒരു ദൈവാനുഗ്രഹം കിട്ടില്ല. ക്ഷമയോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിതത്തിന്റെ മറ്റൊരു വീക്ഷണത്തിലൂടെ മുന്നോട്ട് വരൂ. ആ ജീവിതഗതിയെ ഒന്ന് തിരിച്ചു വിടൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട് ഏതെങ്കിലും വിധത്തിൽ, അല്ലെങ്കിൽ ചില പുതിയ സ്രോതസ്സുകൾ ഉണ്ടാവാം നിങ്ങളിലേക്ക്. ഇവിടെയൊക്കെ കിങ് ഓഫ് പെന്റക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ചില വഴികൾ തുറക്കാം നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരാനുള്ള. നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയിരുന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കാം സാമ്പത്തികം വരുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കാം തോന്നിയത്. ഒരു പ്രോഗ്രസ് വരുന്നത് ചിലപ്പോൾ ഈ സമയത്താവാം. മനസ്സിലായി? ഇതുവരെ പരാജയപ്പെട്ടിരുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോഴാവാം ഒരു സക്സസ് വരുന്നത്. അത് സാമ്പത്തികത്തിൻ്റെതായ ഒരു സക്സസ് വരുന്നു. അതിനുള്ള ഒരു പുതിയ ചില മാർഗങ്ങൾ തുറക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ്? 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ ലൈഫിൽ തന്നെ ഒരു സ്ഥിരത നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നു. ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നു. 11 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 11 കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ 11 നമ്പർ കാണുന്നുണ്ടാവാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്ന എനർജിയാണിത്. സ്പിരിച്വൽ വേയിലൂടെ കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെറോഫിന്റെ എനർജി, സ്പിരിച്വൽ വേയിലൂടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വരുന്നുണ്ട് പല കാര്യങ്ങളിലും. വിവാഹം നടക്കാനും കുട്ടികൾക്കും അതുപോലെ വീട് ലഭിക്കാനും അതുപോലെ ജോലി ലഭിക്കാനും ഒക്കെ ഉള്ള സാധ്യത, ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. 4 ഓഫ് വാൻസ്. നമുക്കിനി 2-3 ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. ഇവിടെ ഇന്നസെൻസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിത്തം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്.
അതുപോലെ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും ഒന്നുമല്ല ഉള്ളിലുള്ളത്. വളരെ കളങ്കമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഷെയറിംഗ് ആണ് നിങ്ങൾക്ക്. ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഷെയറിംഗ് വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്ന് കരുതി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോടൊന്ന് പറഞ്ഞ് കൊടുക്കണം എന്നുള്ള അർത്ഥമല്ല. കഴിക്കുന്ന സാധനങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിലും നല്ലത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നതാവാൻ നല്ലത്. ഇനി അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു എനർജിയാണ്. പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ച് തന്നെ ഈ എനർജിയെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇവിടെ പുതിയൊരു തുടക്കമാണ്, ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെ വേൾഡ് കാർഡ് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞതാണ്, ഒരു പുതിയ തുടക്കത്തിന്റെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ചിലപ്പോൾ വിദേശയാത്ര, വിദേശ ജീവിതം ഒക്കെയാവാം, അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്നവർക്ക് നാട്ടിലേക്ക് വന്നുള്ള ജീവിതം തുടങ്ങാനാവാം. മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ ഒരു പുതിയ തുടക്കം വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളിവിടെ ആത്മീയപരമായിട്ട് കുറച്ചുകൂടി ഉണർവുണ്ടായിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ആത്മീയപരമായ ജീവിതം എന്ന് പറയുന്നത്. യൂണിവേഴ്സിലുള്ള വിശ്വാസം, നമ്മൾ ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും നമ്മളൊന്നും അങ്ങനെ ഒരു വിശ്വാസം കൊടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നമ്മൾ സ്പിരിച്വലി ആയാലും പ്രാക്ടിക്കലി ആയാലും വിശ്വാസം കൊണ്ടുവരണം, അതിലൂടെ പരിശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ആരുടെയൊക്കെയോ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്ക് കണ്ടില്ലേ, ഈ ഒരു പുതിയ തുടക്കത്തിലാണ് നിങ്ങൾ റിബലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ നിങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, വെല്ലുവിളികൾ ഉണ്ടാവാം. അവിടെ നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ തിരിച്ചറിയണം. അങ്ങനെ പോരാടി ജയിക്കുന്ന ഒരു വ്യക്തി ആവണം നിങ്ങൾ. മനസ്സിലായോ? അപ്പൊ ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.